ഒന്നാമത്തെ ചോദ്യം നോക്കാം. Every periodicals due to or by the office is assigned a number in the list of periodicals. Periodical number is, അതായത് ആനുകാലികങ്ങളുടെ പട്ടികയിൽ ഓഫീസ് മുഖേന നൽകേണ്ട എല്ലാ ആനുകാലികങ്ങൾക്കും ഒരു നമ്പർ നൽകിയിട്ടുണ്ട്. ഈ നമ്പർ എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, പീരിയോഡിക്കൽ നമ്പർ ഈസ് പെർമനന്റ്. രണ്ടാമത്തെ ചോദ്യം. An interval of half an hour between dash will be allowed for tiffin or lunch. ഉച്ചഭക്ഷണത്തിനായി അനുവദിച്ചിരിക്കുന്ന അരമണിക്കൂർ ഇടവേള ഏത് സമയത്തിൽ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1:30 മുതൽ 2:30 വരെ. അടുത്ത ചോദ്യം നോക്കാം. In collectorate, who is responsible to see that the papers are typed, sent to the collector for signature and on receipt after signature dispatched without delay. അതായത് കളക്ടറേറ്റുകളിൽ പേപ്പറുകൾ ടൈപ്പ് ചെയ്ത് ഒപ്പിനായി കളക്ടർക്ക് അയക്കുകയും ഒപ്പുവെച്ച പേപ്പർ കാലതാമസം കൂടാതെ തന്നെ അയച്ചതിന് ശേഷം രസീത് നൽകുകയും ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം പരിശോധിക്കുന്നത് ആരുടെ കടമയാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഇവിടെ ഓപ്ഷൻ സി ആണ്, സൂപ്രണ്ട് ഓഫ് ഫെയർ കോപ്പി സെക്ഷൻ. അടുത്ത ചോദ്യം നോക്കാം. All urgent communication to government and Commissioner of Land Revenue must be marked in dash ink. ഗവൺമെന്റിന്റെയും ലാൻഡ് റവന്യൂ കമ്മീഷണറുമായുള്ള എല്ലാ അടിയന്തര ആശയവിനിമയങ്ങളിലും എന്താണ് രേഖപ്പെടുത്തേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ചുവന്ന മഷിയിൽ അടിയന്തരം എന്ന് രേഖപ്പെടുത്തിയിരിക്കണം, അല്ലെങ്കിൽ അർജന്റ് ഇൻ റെഡ് ഇങ്ക്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഡിസ്പോസൽ പേപ്പേഴ്സ് ഹാവ് നോ നമ്പേഴ്സ്? ഏത് ഡിസ്പോസൽ പേപ്പറുകൾക്കാണ് നമ്പറുകൾ ഇല്ലാത്തത്? ഓപ്ഷൻ സി, എക്സൽ ഡിസ്പോസൽസ്. അടുത്ത ചോദ്യം. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ഇൻ എ താലൂക്ക് ഓഫീസ് ക്യാൻ ബി ഡിസ്ട്രോയിഡ് ആഫ്റ്റർ. താലൂക്ക് ഓഫീസിൽ സൂക്ഷിക്കുന്ന വിതരണ രജിസ്റ്റർ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നശിപ്പിക്കാനാവുന്നത്? ഉത്തരം 5 വർഷം എന്നുള്ളതാണ്. അടുത്ത ചോദ്യവും ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിനെ കുറിച്ചാണ്. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ഇൻ എ കളക്ടറേറ്റ് കണ്ടെയ്ൻസ് ഡാഷ് പേജസ്. കളക്ടറേറ്റിലെ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിന് എത്ര പേജുകളാണ് ഉള്ളത്? ഉത്തരം 220 പേജുകൾ. അടുത്ത ചോദ്യം. ഇൻ ദ ഓഫീസ് ഓഫ് ഡെപ്യൂട്ടി തഹസിൽദാർ, ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ദ ഓഫീസ് when deputy തഹസിൽദാർ is on tour? ഡെപ്യൂട്ടി തഹസിൽദാർ പര്യടനം നടത്തുമ്പോൾ ഓഫീസിന്റെ നിയന്ത്രണത്തിനും മേൽനോട്ടത്തിനും ഉത്തരവാദിത്തമുള്ള ഓഫീസർ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ഹെഡ് ക്ലർക്കാണ്. അടുത്ത ചോദ്യം. The duty time of night watchman will be from. ഉത്തരം നൈറ്റ് വാച്ച്മാന്റെ ഡ്യൂട്ടി സമയം വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെയാണ്. 10ാമത്തെ ചോദ്യം നോക്കാം. Which are the first aid appliances to be used for attacking a fire until the arrival of the fire brigade? അഗ്നിശമന സേന വരുന്നത് വരെ തീപിടുത്തത്തെ നേരിടാൻ ഉപയോഗിക്കേണ്ട ഫസ്റ്റ് എയ്ഡ് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഒരു ഉത്തരം ഓപ്ഷൻ ബി ആണ്, കെമിക്കൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളും വെള്ളമോ മണലോ ഉള്ള ബക്കറ്റുകളും ഉപയോഗിക്കാം. What is column number 4 of the distribution register maintained in the office of deputy തഹസിൽദാർ? ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഓഫീസിലെ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ കോളം 4 എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി, ഡിസ്പോസൽ നേച്ചർ ആൻഡ് ഡേറ്റ്.
The Jamaabandi reports for a series of years will be made up into a file and bound and they will be dash. അതായത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ജമാബന്ദി റിപ്പോർട്ടുകൾ ഒരു ഫയലാക്കി കെട്ടിവെക്കുന്നു. അവ റെക്കോർഡ് ബുക്കുകൾ പോലെ സ്ഥിരമായി സൂക്ഷിക്കുന്ന ഒന്നാണ്. ഇവിടെ ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ ആണ് ഉത്തരം. Kept permanently like books of records. Which of the following registers is maintained in Form 10 in a taluk office? Option A, new case register. Option B, personal register. Option C, detailed arrear list. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡീറ്റെയിൽഡ് അരിയർ ലിസ്റ്റ്. What is column number 4 of fair copy register? ഫെയർ കോപ്പി രജിസ്റ്ററിന്റെ കോളം നമ്പർ 4-ൽ ടൈപ്പിസ്റ്റ് സ്വീകരിച്ച തീയതിയാണ് രേഖപ്പെടുത്തി വരുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ബൈ ടൈപ്പിസ്റ്റ് എന്നുള്ളതാണ്. Who is responsible for the accuracy of the arrear list as well as their prompt submission as per DOM? കുടിശ്ശിക ലിസ്റ്റിന്റെ കൃത്യതയ്ക്കും DOM പ്രകാരമുള്ള അവരുടെ പെട്ടെന്നുള്ള സമർപ്പിക്കലും ഫെയർ കോപ്പി സെക്ഷൻ സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി, സൂപ്രണ്ട് ഓഫ് ഫെയർ കോപ്പി സെക്ഷൻ ആണ്. In collectorate, who among the following is responsible for checking of personal register and to take steps to ensure that no avoidable delays occur and no paper is shelved? പേഴ്സണൽ രജിസ്റ്ററിൽ പരിശോധിക്കുന്നതിനും ഫയലുകളിൽ കാലതാമസങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും പേപ്പറുകളൊന്നും അലങ്കോലപ്പെടുത്താതിരിക്കുന്നതിനുമുള്ള ചുമതലകൾ കളക്ടറേറ്റിലെ ഷെരിസ്താറിൻ്റെതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഷെരിസ്താദർ. Paper relating to suits will be included under the head suits. So how will you index an original suit bearing number 415 of the year 1998? 1998-ലെ 415-ാം നമ്പർ വരുന്ന ഒറിജിനൽ സ്യൂട്ട് എങ്ങനെ ഇൻഡെക്സ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എഴുതുന്നത് ഇവിടെ ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. OS 1998-415 ഇങ്ങനെയാണ് ഇത് ഇൻഡെക്സിൽ രേഖപ്പെടുത്തുന്നത്. In the Revenue Divisional Office, who will personally scrutinize the R disposal which are 30 years old? ഉത്തരം ഓപ്ഷൻ സി, Revenue Divisional Officer. Which disposal from among the following to be retained for 10 years? 10 വർഷത്തേക്ക് ഫയൽ സൂക്ഷിക്കുന്നത് ഏത് ടൈപ്പ് ഡിസ്പോസലാണ്? ഉത്തരം ഡി ഡിസ്പോസൽ. District Collector, after personal scrutiny of R disposals which are 30 years old, record review in which form? ഉത്തരം ഓപ്ഷൻ എ, ഫോം 16 അപ്പൻഡിക്സ് ബി. In regard to the general destruction of record files in collectorate, whose orders should be taken annually? ഉത്തരം ഓപ്ഷൻ സി, ഡിസ്ട്രിക്ട് കളക്ടർ. Section clerk, B section of a taluk office required a record file. How can he get it? ഉത്തരം ഓപ്ഷൻ ബി ആണ്, sending prescribed requisition slips to record keeper. അതായത് റെക്കോർഡ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫയലുകൾ എടുക്കുന്നതിന് റെക്കോർഡ് കീപ്പർക്ക് നിർദ്ദിഷ്ട
റിക്വസിഷൻ സ്ലിപ്പുകൾ അയച്ചതിന് ശേഷം മാത്രമേ ഫയലുകൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. Confidential records which the collector does not think it necessary to keep in his custody will be kept by whom among the following? ഓപ്ഷനുകൾ ഷെരിസ്ദാർ, ദഫേദാർ, CA2 ഡിസ്ട്രിക്ട് കളക്ടർ, CA2 ADM. അതായത് തൻ്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലെന്ന് കളക്ടർ കരുതുന്ന രഹസ്യരേഖകൾ പിന്നീട് ഷെരിസ്ദാറിനാണ് സൂക്ഷിക്കാൻ ചുമതലയുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. What is the filing system used for confidential papers that collector keeps in his own custody and other papers that he wishes to refer frequently? അതായത് കളക്ടർ സ്വന്തം കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന രേഖകൾക്കും പതിവായി റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റു പേപ്പറുകൾക്കും ഉപയോഗിക്കുന്ന ഫയലിംഗ് സിസ്റ്റം ഏതെന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ സി, റോണിയോ നമ്പർ ആൽഫ സിസ്റ്റം ഫയലിംഗ്. Disposal files will be sent to record keeper. He will ensure that the files are properly arranged with their pages numbered. Current file will be numbered with dash. അതായത് ഡിസ്പോസൽ ഫയലുകൾ റെക്കോർഡ് കീപ്പർക്ക് അയക്കുകയും അദ്ദേഹം അത് പേജുകൾ അക്കമിട്ട് കൃത്യമായി ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കറന്റ് ഫയലുകൾ നമ്പർ ഇടുന്നത് ഏത് മഷിയിൽ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, റെഡ് ഇങ്ക്.